ഇൻ്റലിജൻറ്റ് ബി ജെ പിക്കാർക്ക് സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് മനസ്സിലാകുന്നു. ആൻഡ് ഇറ്റ് ഡിഡ് ഹാപ്പൻ. ബട്ട് അത് രാജീവ് ചന്ദ്രശേഖർ അത് ടച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഹി ഫീൽസ് ദാറ്റ് ഇറ്റ്സ് ബിലോ ഹിസ് ഡിഗ്നിറ്റി ടു റേസ് ദാറ്റ് ഇഷ്യൂ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ട്രിവാൻഡ്രം ഈ പറഞ്ഞ ഒരു അത്ഭുതമായിട്ട് കിടക്കുന്നു. വൈ ഇറ്റ് വാസ് ഡിലേഡ്. അത് നേരത്തെ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം തമ്മിലുള്ള ഒരു വിടവോ വിശ്വാസരാഹിത്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വിശ്വാസരാഹിത്യവും വിടവൊന്നുമില്ല. സി, എവറിതിങ് ഈസ് ബീങ് ഡിസൈഡഡ് അറ്റ് ദ സെൻറ്റർ. സംസ്ഥാനത്തിന് അതിൽ ഈ പറഞ്ഞ പോലെ ദേ ക്യാൻ മേക്ക് എ റിക്വസ്റ്റ്, നമുക്ക് കുറച്ച് നേരത്തെ ആക്കിയാലോ എന്ന് വെച്ചു. ഓക്കെ ദേഖെങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വത്തിനൊരു റീച്ചൊന്നുമില്ല. ഈ കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുന്ന സ്പെഷ്യൽ കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഇലക്ഷൻ കമ്മിറ്റി, അതിലാരൊക്കെ വേണം അതൊക്കെ അവർ തീരുമാനിച്ച് ആ കമ്മിറ്റി നിലവിൽ വന്ന് അതിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഈ ലിസ്റ്റ് പോയിട്ട് അവർ അവരുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് ആ ലിസ്റ്റ് ഭേദഗതിപ്പെടുത്തിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ നേരം ആകും. ശോഭനയായിരുന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് കരുതുന്നുണ്ടോ? ശോഭനയോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഷീ ഈസ് എ ഗുഡ് ആക്ടർ, എ ഫാൻറ്റാസ്റ്റിക് ആക്ടർ. അസാമാന്യമായ അഭിനയസിദ്ധിയുള്ള ഇതാണ്. ബട്ട് പൊളിറ്റിക്സ് ഈസ് എ ഡെർട്ടി ഗെയിം. ഐ വുഡ് റിക്വസ്റ്റ് ശോഭന, ഓക്കെ, giving a support to a candidate and conducting a road show, അതുവരെയൊക്കെ ഓക്കെ. അതല്ലാതെ ഈ റിയൽ പൊളിറ്റിക്സിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ശോഭനയ്ക്ക് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. BJPക്ക് വേണ്ടിയായാലും ആർക്ക് വേണ്ടിയിട്ടായാലും പൊളിറ്റിക്സ്, പിറ്റു പൊളിറ്റിക്സ് ഈസ് ഡെർട്ടി. ഐ എം ടെല്ലിങ്, എ വെരി ഡെർട്ടി ഗെയിം. നല്ല ആൾക്കാർ കൂടുതൽ വരികയാണെങ്കിൽ നിലവാരം ഉയരത്തില്ലേ? തീർച്ചയായിട്ടും. ബട്ട് നല്ല ആൾക്കാരെ പൊളിറ്റിക്സിൽ വരാൻ സമ്മതിക്കില്ല. ഹാവ് യു നോട്ടീസ് ദാറ്റ്? ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, പാർട്ടി ഏതുമായിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, ജില്ലാ തലത്തിൽ അവനെ വെട്ടിക്കളയും. അങ്ങനെ നോക്കുമ്പോൾ മിടുക്കനാണല്ലോ. അത് വെട്ടാൻ പല ഇതുമുണ്ട്. ഒന്ന് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി വേറെ എന്തെങ്കിലും ഒരു അലിഗേഷൻ കൊണ്ടുവന്നിട്ട് അഴിമതിയാണ്, അവിടെ നിന്ന് പിരിച്ച് കാശ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുക. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ പോലീസിനെ കൊണ്ട് തല്ലിക്കുക. സമരം നടക്കുമ്പോൾ ഇവർ സർക്കിളിനോട് പറയും, സാറേ ഏറ്റവും മുമ്പിൽ ആ പച്ച വരയിട്ട ഷർട്ടില്ലേ, ഒന്ന് ശ്രദ്ധിച്ചോളണേ. കൊന്നൊന്നും കളയരുത്. ഇല്ല, അതൊക്കെ ഞാൻ മയത്തിന് കൈകാര്യം ചെയ്യാം. ആ ചെറുക്കനെ തല്ലും. എന്നിട്ട് ഈ തല്ലാൻ ഏർപ്പാട് ചെയ്ത നേതാവ് തന്നെ ക്രൂരവും പൈശാചികവുമായ പോലീസ് മർദ്ദനത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോകുന്ന സ്വീകരിക്കുന്നു, പ്രതിഷേധം നടത്തുന്നു, കടയടപ്പിക്കുന്നു, ഇതൊക്കെ ചെയ്യും. എവറിഥിങ് വാസ് ഡൺ ടു കിൽ ദിസ് ബോയ് ബിക്കോസ് ഹി ഈസ് ഇൻ്റലിജൻറ്റ്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ എവറി പൊളിറ്റിക്കൽ പാർട്ടി.